പിണ്ടിമന പഞ്ചായത്തിൽ പതിവ് ശല്യമായി മാറിയ കാട്ടാനയെ നീക്കം ചെയ്യാൻ ഉത്തരവിട്ട് എറണാകുളം ജില്ലാ കളക്ടറെ സന്ദർശിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടങ്ങുന്ന സംഘം പരാതി നൽകിയിരുന്നു. കാട്ടാനയെ നീക്കം ചെയ്യാൻ കുങ്കിയാനകളുടെ സഹായം ഉടനെ തേടണമെന്നും ഉടൻ തന്നെ നടപടി പൂർത്തിയാക്കണമെന്നും കളക്ടർ ജി പ്രിയങ്ക മലയാറ്റൂർ DFOയ്ക്ക് നിർദ്ദേശം നൽകി. ആഴ്ചകളായി മാലിപ്പാറ പ്രദേശത്തെ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് കൃഷിയിടങ്ങളിൽ തമ്പടിച്ചിരുന്ന കാട്ടാനയെ തുരത്താൻ എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക മലയാറ്റൂർ DFOയ്ക്ക് നിർദ്ദേശം നൽകി. ആന സൃഷ്ടിക്കുന്ന ആശങ്കയ്ക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം കളക്ടറെ നേരിൽ കണ്ട് പരാതി നൽകിയിരുന്നു. പരാതി കേട്ട് ബോധിച്ച കളക്ടർ ഉടനെ മലയാറ്റൂർ DFOയെ ഫോണിൽ ബന്ധപ്പെട്ട് ആനയെ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകി. ഏതുവിധേനയും ആനയെ നീക്കം ചെയ്യണമെന്നും ഇതിനാവശ്യമായി വരുന്ന തുക ദുരിതാശ്വാസ നിധിയിൽ നിന്നും കണ്ടെത്താനുമാണ് കളക്ടർ നിർദ്ദേശം നൽകിയത്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലെ 7 പഞ്ചായത്തുകളിൽ ആനയുടെ ശല്യം വളരെ രൂക്ഷമായിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അത് ഇന്ന് രണ്ടാഴ്ചയായിട്ട് പിണ്ടിമന ഗ്രാമപഞ്ചായത്തിന്റെ സ്കൂൾ ഉൾപ്പെടെ മാലിപ്പാറ ഫാത്തിമാത സ്കൂൾ ഉൾപ്പെടെയുള്ള ജനവാസ മേഖലകളിലൂടെ ഒരാന ഭയങ്കരമായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പല ആവർത്തി MLA ഉൾപ്പെടെ മിനിസ്റ്റർ കോതമംഗലത്ത് വന്നപ്പോൾ അവതരിപ്പിക്കുകയുണ്ടായി. എങ്കിലും അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം എപ്പോഴും ഉണ്ടാകാത്ത ഒരു സാഹചര്യം നിലനിൽക്കെ ഇന്നലെ ഞങ്ങൾ കളക്ടറെ പോയി കണ്ട് ഞാനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് പി ജോസഫും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ CM ബേബി, ബിറ്റ്സി മോഹൻ ഉൾപ്പെടെ ഞങ്ങൾ കളക്ടറെ ശ്രദ്ധയിൽ ഈ കാര്യം കൊണ്ടുവരികയും ഈ കാര്യം കളക്ടറുമായി സംസാരിച്ച് ആ നിമിഷത്തിൽ തന്നെ കോടിനാട് DFOയുമായി കളക്ടർ ഫോണിൽ സംസാരിച്ച് ഈ ആനയെ എത്രയും പെട്ടെന്ന് വനത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടി ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും അങ്ങനെ ഓടിച്ചു പോകാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കുങ്കി ആനകളെ കൊണ്ടുവന്നാണെങ്കിൽ പോലും അതിനെ ജനവാസ മേഖലയിൽ നിന്ന് എത്രയും പെട്ടെന്ന് വനത്തിലേക്ക് തിരുത്തുന്നതിനുള്ള നടപടി അതിവേഗം നടപ്പാക്കണമെന്ന് ഫോണിലൂടെ DFOയ്ക്ക് നിർദ്ദേശം ഞങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെ കളക്ടർ ഇടപെടുകയുണ്ടായി. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഒരു ജനപ്രതിനിധിയായി 10-20 വർഷങ്ങൾ ആയി ഞാനൊരു ജനപ്രതിനിധിയായിട്ട്. പക്ഷേ ഞാൻ ഒരു അധികാരിയുടെ മുമ്പിൽ ഞങ്ങൾ ഒരു അത്യന്താപേക്ഷിതമായ ഒരു കാര്യമായിട്ട് ചെന്നിട്ട് അടിയന്തരമായി യുദ്ധ അടിസ്ഥാനത്തിൽ ഒരു ഓർഡർ ഇടുക എന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ, എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമാണ്. ഇതുവരെയും ഈ കാലഘട്ടങ്ങളിൽ ഈ വർഷങ്ങളായി ഈ ആനശല്യം വളരെ രൂക്ഷമായിരിക്കുന്ന ഈ പരാതികളും ആക്ഷേപങ്ങളും എല്ലാം പല ആവർത്തി ഡിപ്പാർട്ട്മെന്റിലൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇന്നലെ കളക്ടർ ഇടപെട്ട് ഒരു പരിഹാരം കണ്ടതുപോലെ ഒരു പരിഹാര മാർഗം ഞങ്ങളുടെ അനുഭവത്തിൽ ആദ്യത്തെ ഒരു അനുഭവമായി ഞങ്ങൾ അതിനെ വിലയിരുത്തുന്നു. വന്യജീവി ശല്യം രൂക്ഷമായ കോതമംഗലത്തിന്റെ മലയോര പ്രദേശങ്ങളിൽ കാട്ടാനയെ തുരത്താൻ കളക്ടറെ നേരിൽ കണ്ട് ഉത്തരവ് നേടിയെടുത്തിരിക്കുകയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് ഭരണസമിതി അംഗങ്ങളും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ അധികാര കേന്ദ്രങ്ങൾക്ക് സാധിച്ചെടുക്കാനാകാത്ത നേട്ടമാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ നേടിയെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.